നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് നോക്കാം. 4 × 4 = 16 ആണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇനി നമ്മളിവിടെ ഡെസിമൽ പോയിന്റ് ഇട്ടിട്ടുണ്ട്, അതായത് 0.4 × 4 ഡെസിമൽ പോയിന്റ് വരുമ്പോൾ ഈ ആൻസറിൽ വരുന്ന ചേഞ്ച് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 4 × 4 16 ആണ്. ഇതിൽ എഴുതിയിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനിലും 4 × 4 തന്നെയാണ്. എന്ത് വ്യത്യാസമുണ്ട്? ഡെസിമൽ പോയിന്റ് അല്ലെങ്കിൽ ഡെസിമൽ പ്ലേസ്, ദശാംശ സംഖ്യയുടെ പോയിന്റ് ഇട്ടിരിക്കുന്ന അതിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. മൾട്ടിപ്പിൾ ചെയ്യേണ്ടത് എപ്പോഴും എന്താണ്? 4 × 4 ആണ്. എല്ലാത്തിൻ്റെയും ആൻസറിൽ വരുന്ന ഡിജിറ്റ് 16 തന്നെ ആയിരിക്കും. അത് സംശയമില്ലല്ലോ. എല്ലാത്തിൻ്റെയും ആൻസറിൽ വരുന്ന ഡിജിറ്റ് എന്ന് പറയുന്നത് 16 തന്നെയാണ്. കാരണം എന്താ? മൾട്ടിപ്പിൾ ചെയ്യേണ്ടത് 4 × 4 എന്നുള്ള നമ്പേഴ്സ് മാത്രമാണ് ഇവിടെ ഉള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 4 × 4 16 എന്നുള്ളത് ഏറ്റവും മുന്നേ എഴുതിയത്. അതിൻ്റെ വെച്ച് പോയിന്റിൽ എവിടെ ചേഞ്ച് വരുന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോണത്. ഓക്കെ, ആദ്യത്തെ കേസ് എടുക്കുകയാണെങ്കിൽ 0.4 × 4 പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പ്ലേസ് ഉണ്ട്? ഇവിടെ ഒരു പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ്, അല്ലേ? പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേസ്. ഇവിടെ പോയിന്റ് ഒന്നുമില്ല, അപ്പോൾ നമുക്ക് 0 നേടിയാം. അതായത് 1 + 0 = എന്താണ്? 1. അപ്പോൾ നമുക്ക് ആൻസറിൽ 1 പോയിന്റ് ആണ് ചേഞ്ച് വരുത്തേണ്ടത്. പോയിന്റ് ഇടാൻ 1 പ്ലേസ് ആണ് ചേഞ്ച് വരുത്തേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു പ്ലേസ് ചേഞ്ച് വരുത്തി 1.6. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ്? ഒരു പ്ലേസ് കഴിഞ്ഞിട്ട്. എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ്? ഒരു പ്ലേസ് കഴിഞ്ഞിട്ട്. അവർ തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 കിട്ടി. അപ്പോൾ നമുക്ക് എന്താ ആൻസറിൽ വരിക? 2 പ്ലേസ് കഴിഞ്ഞ് പോയിന്റ് ഇടാം. 1 2. അപ്പോൾ നമ്മൾ എവിടെ ഇടാം? 0.16. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ്? 2 പ്ലേസ്. എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ്? ഒരു പ്ലേസ്. രണ്ടും കൂടി ആഡ് ചെയ്യാം. എന്താ കിട്ടുക? 3. അപ്പോൾ എത്ര പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് വരണം? 3 പ്ലേസ് കഴിഞ്ഞിട്ട് വേണം പോയിന്റ് വരാൻ. 1 2 3 എന്ന് പറയാനായിട്ട് നമുക്ക് ഇവിടെ വേറെ നമ്പേഴ്സ് ഇല്ല. അപ്പോൾ ഒരു 0 ആഡ് ചെയ്തു, പോയിന്റ് ഇട്ടു. ഓക്കെ, നെക്സ്റ്റ് 0.004 × 0.4 എത്ര പ്ലേസ് ഉണ്ട്? 3 പ്ലേസ്. ഇവിടെ 1 പ്ലേസ്. അപ്പോൾ 4 ആണ് വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസറിൽ എത്ര പ്ലേസ് കഴിയണം? 4 പ്ലേസ് കഴിയണം. 1 2 3 4 പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ എത്ര പ്ലേസ് ഉണ്ട്? 1 2 3 1 2 3. അപ്പോൾ എത്ര ആഡ് ചെയ്യുമ്പോൾ 6 പ്ലേസ് കഴിയണം. അപ്പോൾ നമുക്ക് ആൻസറിൽ 16 വരും. പക്ഷേ എത്ര പ്ലേസ് കഴിയണം? 1 6. ഓക്കെ, അപ്പോൾ 1 2 3 4 5 6. ഓക്കെ, ഇവിടെയാണ് പോയിന്റ് വരിക. ഇതാണ് നമ്മുടെ ആൻസർ വരിക. മനസ്സിലായല്ലോ?